ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം പവിത്രമായിട്ടുള്ള മൂന്നാംപിറ ദർശന ദിവസമാണ്. വൈശാഖ മാസത്തിൻ്റെ തുടക്കത്തിൽ ശനിയാഴ്ച തന്നെ മൂന്നാംപിറ വന്നിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കാരണം ശനി എന്ന് പറയുന്നത്, ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സാക്ഷാൽ വെങ്കടേശ്വര ഭഗവാനും മഹാദേവനും ഒരുപോലെ പ്രിയപ്പെട്ട ദിവസമാണ്. അതുമാത്രവുമല്ല, ഇന്ന് വൈശാഖ മാസത്തിൻ്റെ ആരംഭം കൂടിയിട്ടാണ്. മേടമാസത്തിലെ മുപ്പട്ട ശനിയും കൂടിയിട്ടാണ് ഇന്ന്. അപ്പം ഇതെല്ലാം കൂടി ഒത്തുവന്നിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന തേങ്ങാപ്പൂള് പോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്ന മൂന്നാംപിറ ദർശനം. ഇന്ന് നമുക്കത് കാണാൻ സാധിച്ചാൽ, ആ ചന്ദ്രഭഗവാനെ കണ്ട് ഇന്ന് തൊഴാൻ സാധിച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണോ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് അടുത്ത മൂന്നാംപിറയ്ക്ക് മുന്നേ സാധിച്ചു കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് 27 പ്രാവശ്യമാണ് ഒരു മന്ത്രം ചൊല്ലി ചന്ദ്രദേവനെ കണ്ട് തൊഴേണ്ടത്. അപ്പോൾ ആ മന്ത്രം എന്താണെന്നും ഇന്ന് നമ്മൾ ചെയ്തു വെക്കേണ്ടുന്ന ചെറിയ താന്ത്രികം എന്താണെന്നുമാണ് പറയുന്നത്. അതിനു മുൻപായിട്ട് നാളെ അക്ഷയ തൃതീയയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ അലമാരിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പൈസ വെക്കുന്നത് ആ ഭാഗത്തായിട്ട് ഒരു 3-4 വസ്തുക്കൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഐശ്വര്യമാണ് നമുക്ക് ഫലമായിട്ട് പറയുന്നത്. ഈ വസ്തുക്കൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുമുള്ള വസ്തുക്കളാണ്. അധികം പണച്ചെലവുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു വർഷം നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ ആ വസ്തുക്കൾ ഒന്നിച്ചു വെക്കുന്നത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചന്ദ്രദർശനം ആകാശത്ത് ലഭ്യമാകുന്ന ഒരു സമയം എപ്പോഴാണെന്ന് നോക്കാം. ഇന്ന് ഏപ്രിൽ 18 ശനിയാഴ്ച സന്ധ്യയ്ക്ക് 6:49 മുതൽ 7:56 വരെയുള്ള ഒരു മണിക്കൂർ സമയം നമുക്ക് ചന്ദ്രഭഗവാൻ ആകാശത്ത്, അതായത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചന്ദ്രഭഗവാൻ ആകാശത്ത് വരാം. കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ചന്ദ്രഭഗവാൻ ആകാശത്ത് നിൽക്കുകയുമില്ല. അപ്പം നമ്മൾ ഈ ഒരു സമയം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ചന്ദ്രനെ ആകാശത്ത് ദൃശ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 6:49 മുതൽ 7:52 വരെയുള്ള ആ ഒരു സമയം നമ്മൾ നമ്മുടെ വീട്ടിൽ എവിടെ നിന്നാലാണോ പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി നിൽക്കുമ്പം ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്, അങ്ങനെ നമ്മൾ നോക്കി നിന്ന് ചന്ദ്രനെ കാണുക. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം ആ ഒരു സമയത്ത് പടിഞ്ഞാറോട്ട് നോക്കി കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിച്ച് തൊഴാവുന്നതാണ്. അതായത് ചന്ദ്രഭഗവാന്റെ ആ ഒരു ദർശനമെന്ന് പറയുന്നത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്നാംപിറയിൽ ചന്ദ്രനെ കണ്ടു തൊട്ടാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നടന്ന് കിട്ടിയിരിക്കും. തുടർച്ചയായ ഒരു 3 ചന്ദ്രദർശനം കിട്ടിയാൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് നടന്നിരിക്കും. എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് അനുഭവമുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. ഇനി തുടർച്ചയായി 3 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ പോലും ചന്ദ്രനെ കണ്ടാൽ തീർച്ചയായും നമുക്ക് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണെങ്കിലും ആ നിമിഷം തന്നെ ചന്ദ്രനെ നോക്കി തൊഴുത് പ്രാർത്ഥിച്ചിരിക്കണം. അത് നമുക്ക് സാധിച്ചു കിട്ടും. അത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ചന്ദ്രനെ നോക്കുക. ചന്ദ്രഭഗവാൻ അർഘ്യം കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കുടത്തിൽ ജലമെടുത്ത് 1 സ്പൂൺ പാലും കൂടി ഒഴിച്ച് മിക്സാക്കി ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് അത് അർഘ്യം സമർപ്പിക്കാം. അതേപോലെ ധൂപ ദീപ ആരതിയൊക്കെ ചന്ദ്രഭഗവാനെ കാണിക്കാം. ചിലർക്ക് ഇതൊന്നും താല്പര്യമുണ്ടായിരിക്കില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. ചന്ദ്രഭഗവാനെ ആകാശത്ത് കണ്ടാൽ ആദ്യം തന്നെ ഓം നമഃശിവായ എന്നുള്ള മന്ത്രം ഒരു 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ നമ്മൾ ജപിക്കണം. കാരണം മൂന്നാംപിറ ചൂടി ശിവഭഗവാനാണ് ആകാശത്ത് ദൃശ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത്. അതിനുശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമഃ, അതായത് ചന്ദ്രഭഗവാനെ മൗലിയിൽ ചൂടിയ ഭഗവാൻ ചന്ദ്രമൗലീശ്വരായ നമഃ എന്നുള്ള മന്ത്രം ഒരു 3 പ്രാവശ്യം ജപിക്കണം. ജപത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പെരുകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിലെടുക്കുക. എല്ലാ മാസവും ഞാൻ പറയുന്നതാണ്, പച്ചരി, സ്വർണം, വെള്ളി, ധനം
ഈ 4 വസ്തുക്കൾ നമ്മുടെ കയ്യിൽ നമുക്ക് എടുത്തു പിടിക്കാവുന്നതാണ്. ഇപ്പം എല്ലാ മാസവും ഇത് ചെയ്യുന്നവർക്കറിയാം. ഇപ്പം ഈ കഴിഞ്ഞ മാസം നിങ്ങൾ പച്ചരി വെച്ച് കയ്യിൽ മന്ത്രം ചൊല്ലിയിരുന്നെങ്കിൽ ആ പച്ചരി ഇന്നെടുത്ത് പറവകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഇട്ടിട്ട് പുതിയ പച്ചരി വേണം നമ്മൾ കയ്യിലെടുക്കാൻ. പിന്നെ സ്വർണം, വെള്ളി, പൈസ ഇതും നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ച് ചന്ദ്രഭഗവാനെ നോക്കി നിൽക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചന്ദ്രനെ കണ്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു സമയത്ത് ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഓം ശ്രീം ചന്ദ്രദേവായ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം നമ്മൾ ജപിക്കണം. ഓം ശ്രീം ചന്ദ്രദേവായ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ജപിച്ചതിന് ശേഷം അങ്ങ് ഓരോ ദിവസവും വളർന്ന് വലുതായി വരുന്നത് പോലെ എൻ്റെ വീട്ടിലും ഐശ്വര്യവും സമൃദ്ധിയും ധനവും സ്വർണവും ഒക്കെ വളർന്ന് വലുതാവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം അത് നമ്മൾ യഥാസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെക്കുക. പച്ചരി ഒരു ചെറിയ കിഴികെട്ടി വെക്കുക. ബാക്കിയുള്ള സ്വർണവും വെള്ളിയും ഒക്കെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം വീണ്ടും വന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ച് എന്താണോ നമുക്ക് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം അത് നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പഠിക്കുന്ന മക്കളെയൊക്കെ നമ്മൾ ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യിക്കണം. കാരണം അവർക്ക് ബുദ്ധി ഉണ്ടാവാനും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ പോവാനും ഒക്കെ ഈ ഒരു കാര്യം അവരെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയൊക്കെ വിളിച്ച് തീർച്ചയായിട്ടും ചന്ദ്രദർശനം നടത്തണം. പിന്നെ പീരിയഡ്സ്, പുലവാലായ്മ പോലുള്ള കാര്യങ്ങളൊന്നും ചന്ദ്രദർശനത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. മന്ത്രം ചൊല്ലുന്നതിന് ഇത് ബാധകമാണ്. പക്ഷേ ചന്ദ്രനെ നമുക്ക് നോക്കുന്നതിന് ഇതൊന്നും ബാധകമല്ല. ആർക്ക് വേണമെങ്കിലും, ജനിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര പ്രായമായവർക്ക് വരെ വേണമെങ്കിലും ചന്ദ്രദർശനം ഇന്നത്തെ ദിവസം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മുഖത്തിന് നല്ല അഴക് വേണം, ഐശ്വര്യം വേണം, ചന്ദ്രഭഗവാനെ പോലെ തിളങ്ങണം എന്നാഗ്രഹിക്കുന്നവർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രബലം നമുക്കില്ല, ചന്ദ്ര ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനൊരു കരുവാളിപ്പുണ്ടാവും. എങ്ങനെയാണ് ചന്ദ്രബലം കൂട്ടേണ്ടത്, അതിന് ഏത് ചക്രത്തെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ ഇതിനകത്ത് വീണ്ടും പറയുന്നില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ മുഖത്തിനൊരു ഐശ്വര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, മുഖത്തിനൊരു വശ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കണം. റോസ് വാട്ടർ എടുത്തിട്ട് അതിനകത്തോട്ട് കുങ്കുമപ്പൂവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൊണ്ട് ആ ഒരു 3-ാം പിറയിൽ ചന്ദ്രനെ പോയി നോക്കിയിട്ട് ഭഗവാനെ അങ്ങ് എത്രമാത്രം പ്രകാശത്തോടു കൂടി നിൽക്കുന്നു അതേ പ്രകാശം എനിക്കും തരണം, എൻ്റെ മുഖത്തിനും ആ ഒരു തിളക്കവും വശ്യവും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റോസ് വാട്ടറും കുങ്കുമപ്പൂവും ഇട്ട വെള്ളം കൊണ്ട് നമ്മൾ നമ്മുടെ ഫേസ് കഴുകണം. എന്നിട്ട് പിന്നെ തോർത്തുകൊണ്ടൊന്നും തുടച്ച് കളയേണ്ടത് താനെ ഉണങ്ങിപ്പൊക്കോട്ടെ. ഇത് നമുക്ക് പൗർണമി ദിവസവും 3-ാം പിറ ദിവസവും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പൗർണമി ദിവസം 3-ാം പിറ ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം പൗർണമിയിലും ഇതേപോലെ ചന്ദ്രനെ നോക്കി നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും, ഇന്ന വ്യക്തികളെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ റോസ് വാട്ടറും കുങ്കുമപ്പൂവും തന്നെ വേണം, വേറെ വസ്തുക്കളൊന്നും ഇതിന് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഈ റോസ് വാട്ടർ എന്ന് പറയുന്നതും കുങ്കുമപ്പൂ എന്ന് പറയുന്നതും ചന്ദ്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് നല്ല മുഖവശ്യം തരുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ പൗർണമി വന്നപ്പോൾ ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് 3-ാം പിറയിൽ നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ദിവസം എല്ലാവരും ചന്ദ്രഭഗവാനെ നോക്കി തൊഴുത് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഇപ്പം മഴയൊന്നുമില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചന്ദ്രനെ ദർശിക്കാനായിട്ട് സാധിക്കും. ആ ഒരു സമയം ഒതുക്കി വെച്ച് കഴിയുന്നതും എല്ലാവരും ചന്ദ്രഭഗവാനെ ദർശനം നടത്തണം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ചന്ദ്രദർശനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ചന്ദ്രദർശനം ചെയ്തതിന് മുൻപോ അല്ലെങ്കിൽ ചെയ്തതിന് ശേഷമോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ അത്യുത്തമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ചന്ദ്രഭഗവാനെ ദർശിക്കാനായിട്ട് പോയാൽ അതും വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.